ബാലേട്ടന് മാറാശ്ശേരി മനയിൽ എന്താ വില എന്നറിയാമോ? തിരുമേനിക്ക് ഇപ്പൊ ബാലേട്ടന് കേട്ട ജീവനാ. തിരുമേനിക്ക് മാത്രല്ല, മോൾക്കും. മോളോ? ഏത് മോള്? ഈ നമ്പർ എന്നോട് വേണ്ട ബാലേട്ടാ. എന്തുട്ടോണ്ട കടി? എന്തുട്ര കടി? കടിക്ക് പരിപ്പടാ. എന്റെ പൊന്നു ബാലേട്ട, ഞാൻ സത്യമായിട്ട് പറയാ, അവള് നല്ല പെണ്ണാ. ബാലേട്ടൻ വേണമെങ്കിൽ അവളെ കെട്ടിക്കോ. ബാലേട്ടന് തടസ്സാണെങ്കിൽ അനിയത്തി ഞാൻ കെട്ടിക്കോളാം. എനിക്ക് അങ്ങനെയുള്ള അഹംഭാവൊന്നുമില്ല. അയ്യടാ, കെട്ടാൻ പറ്റിയ മോന്ത. മോന്തയ്ക്ക് എന്തൊരു കുഴപ്പം? ഇത്തിരി നിറം കൂടിയല്ലേ ഉള്ളൂ. രാമനും സീതയും വന്നാലും ഹനുമാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ? അതിന് ഉദാഹരണമാണ് ജയ് ഹനുമാൻ. എത്ര ആൾക്കാരെ കാണണേ? ബാലേട്ടാ, നമ്മുടെ ഭാര്യമാർ വരുന്നു. പൊട്ടം കിടന്ന് എന്തൊരു വിളിയായിരുന്നു. എന്താ? തമ്പരാട്ടിമാരുടെ കാര്യം പറഞ്ഞ് നാക്ക് ചുരുട്ടുകൂട്ടി അകത്തേക്ക് ഇട്ടുള്ളൂ. എന്താ ഞങ്ങളെ പറ്റി ഇത്രയ്ക്ക് പറയാൻ? പറയട്ടെ ബാലേട്ടാ? ഒന്നും മിണ്ടാണ്ടിടാ. എന്താ കാര്യം? അയ്യോ, അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒരു കല്യാണക്കാരിയാ. കല്യാണക്കാരിയോ? അതെ, എന്റെയും ബാലേട്ടന്റെയും കല്യാണക്കാരിയാ. ഇവന് വട്ട. ഞങ്ങള് പോട്ടെ. മണിക്കുട്ടി അങ്ങോട്ട് പോവാ? കാവിലേക്കാ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നേർച്ചുള്ള ദിവസാ. പേടിക്കണ്ട, കൂട്ടിന് ഞാനുണ്ട്. ബാലേട്ടൻ പറഞ്ഞില്ലേ ചേച്ചിയോട് ഒറ്റയ്ക്ക് എവിടെയും പോരുതെന്ന്. ഇനി ധൈര്യമായിട്ടിരുന്നു. ഞങ്ങള് വരട്ടെ കൂടെ ഒരു കമ്പനിക്ക്. അല്ലെ, ഈ സീത കാട്ടി പോയപ്പോ രാമനും ലക്ഷ്മണനും കൂടെ പോയ പോലെ എല്ലാം കൂടി ജോലിയാക്കാം. നല്ല അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന്. വായിച്ചു പോവാം. ഇവളെല്ലാരും അടിക്കാൻ ബാലേട്ടുള്ള അടിക്കാരന്റെ മോളോ? ബാലേട്ട, ഞങ്ങളെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഒരു കുട്ടി ഉണ്ടായാലും സ്ഥിതി ആലോചിച്ച് നോക്കൂ. സുധാകര, കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്തി തുടങ്ങിയല്ലോ. എന്താടാ കല്ലൂർക്കാടന്മാരെ കണ്ടപ്പോ ഇളക്കം? അമ്മയുടെ മുലപ്പാൽ കുടിച്ചുള്ളമാരാണ് വാട മുട്ടാൻ. എന്താണ് നിങ്ങളെ നിന്റെ കാലുമെന്ത് ആണിപ്പുണ്ണുണ്ടോ? നിന്നെ എടുക്കണെങ്കി ഇപ്പൊ എടുക്കണേ. ചെറുപ്പത്തിൽ അമ്മ എടുത്താലും എടുത്തിട്ടില്ല. പേടിച്ചു പോയി പേടിത്തുറമാര്. ഇതുപോലെ ബാലേട്ടാ? ആരുടെ ധൈര്യം കേട്ടോ നീ ഷൈൻ ചെയ്യണേ? ബാലേട്ടന്റെ ധൈര്യം കണ്ടിട്ട്. ബാലേട്ടൻ ഇപ്പൊ ഞങ്ങളുടെ ഹീറോ അല്ലേ? ഹീറോ ബാലേട്ടാ. ബാലേട്ടാ, ഒരു ശബ്ദം കേട്ടില്ലേ? അവൻ വന്നു. ഞാനവനെ കണ്ടു. മസ്താൻ. അവൻ എങ്ങോട്ടേക്ക് പോയേ? മനക്കിലേക്കെന്നാ തോന്നുന്നത്. ലക്ഷ്യം നിറവേറ്റാതെ മടങ്ങുന്നതല്ല മസ്താൻ. എനിക്കവനെ നന്നായിട്ട് അറിയാം. യമുനയ്ക്ക് ഇന്ന് എന്ത് സംഭവിക്കാം?
ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാ. പൊറുക്കില്ല ഞാൻ. ബാല, യമുനയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴായിരിക്കാം സത്യയ്ക്ക് ദുരന്തമുണ്ടായത്. യമുനയെ കൊല്ലുന്നതിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയെന്ന് വ്യക്തമായപ്പോൾ ഒന്നിനും മടിക്കാത്ത മസ്താനെ അവർ ദൗത്യമേൽപ്പിച്ചു. ഇനി ഇവിടെ എന്തും സംഭവിക്കാൻ തിരുമേനി. അവൻ ഈ കൊട്ടാരത്തിന്റെ ഏതോ കോണിലുണ്ട്. ലക്ഷ്യം നിറവേറ്റിയ ശേഷം ആരും അറിയാൻ രക്ഷപ്പെടാണ് അവന്റെ പരിപാടി. അത് നടക്കില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. എന്താണ് അവന്റെ ലക്ഷ്യം? എന്റെ സ്വത്തുക്കളാണോ? വേണമെങ്കിൽ അവൻ ചോദിക്കുന്ന എന്തും ഞാൻ കൊടുക്കാം. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. സ്വത്തിനു വേണ്ടി മാത്രമാണ് അവൻ യമുനയെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തോ ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതിനൊക്കെ കാരണം തിരുമേനിയാ. ഞാൻ എന്ത് തെറ്റിയെന്നാണ് നിങ്ങളീ പറയുന്നത്? വളർത്തുമഴായിട്ട് പോലും ഞാൻ അവളെ കൂടുതൽ സ്നേഹിച്ചു പോയതോ? അതോ എനിക്കുള്ളതെല്ലാം ഞാൻ ഉണ്ണിയുടെയും യമുനയുടെയും പേരിൽ എഴുതി വെച്ചതോ? അതെ,
അവിടെ നിന്നാണ് ഈ കുഴപ്പങ്ങൾ ആരംഭിച്ചത്. യമുനയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഉണ്ണി യമുനെ വിവാഹം കഴിച്ചാല് അയാൾക്ക് കിട്ടേണ്ട സ്വത്തുക്കള് അയാൾക്ക് കിട്ടില്ല എന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിന് തലേന്നാള് അയാൾ ഉണ്ണിയെ ഭീഷണിപ്പെടുത്തിയതും ഈ വിവാഹത്തിൽ പിന്മാറണമെന്നും പറഞ്ഞത്. ഉണ്ണി പിന്മാറില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണിയെ കൊല്ലാനായി അവനൊരു വാടക കൊലയാളിയെ കണ്ടെത്തി. അവൻ ആ കൃത്യം ഭംഗിയായി ചെയ്യുകയും ചെയ്തു. പിന്നീട് അയാളുടെ ലക്ഷ്യം യമുനയായിരുന്നു. യമുന മരിച്ചാല് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് ന്യായമായിട്ട് അയാൾ ധരിച്ചിട്ടുണ്ടാവും. കുമാരനാശാനെ കണ്ട് ഞങ്ങളെ ഏർപ്പാടാക്കിയതും അയാൾ തന്നെയാണ്. ഞങ്ങളെ കൊണ്ട് യമുനയെ കൊല്ലാൻ കഴിയില്ലെന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമായപ്പോൾ അയാൾ കണ്ടുപിടിച്ച മാർഗം കൂടുതൽ അപകടം പിടിച്ചതായിരുന്നു. തിരുമേനി, എനിക്കറിയാം എന്തിനും മടിക്കാത്തവരെയാ അയാൾ ഇപ്പൊ ആശ്രയിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എന്ത് സംഭവിക്കാം? ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം. ചോദിക്കുന്ന എന്തും ഞാൻ നിങ്ങൾക്ക് തരാം. ഞങ്ങൾക്കൊന്നും വേണ്ട. യമുനയെ രക്ഷിച്ചിട്ടേ ഈ കല്ലൂർക്കാരന്മാർ മഞ്ചാടിക്കരയിൽ നിന്ന് മടങ്ങും. ചേട്ടാ, മസ്താന്റെ മരണത്തിന് പകരം ചോദിക്കാൻ അവൻ വരും. വരാതിരിക്കില്ല. അവൻ വന്നാ അവനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ആര് വരുമെന്നാ നീ പറയുന്നത്? മുഷ്താഖ്. വിളി, ഞാൻ പറയാ. മോനെ ഇല്ല, നമ്മളെ കൊന്നാലും നമ്മളത് പറയില്ല. മുസ്താഖ്! നീ ഇവിടെ വരുമെന്ന് അറിയാടാ ശവി. നിന്നെ കാത്തു തന്നെ ഞാൻ അവിടെ നിക്കണേ. ആരാണ് നിങ്ങളോട് പറഞ്ഞു വിട്ടത്? കലൂർക്കട, എന്നെ വിട്, ഞാനെല്ലാം പറയാം. നിന്നെ ഏൽപ്പിച്ച പോലെയാ എന്നെ ഏൽപ്പിച്ചത്. സത്യമായിട്ടും എനിക്കവരെ അറിയില്ല. ഇന്ന് അവളുടെ അവസാന ദിവസമാണ്.
ഞാനില്ലെങ്കിലും അവരവളെ കൊല്ലും. നിനക്ക് അവളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പോയി രക്ഷിക്കേ. തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. സ്വന്തം മോളായിട്ട് പോലും ഒരല്പമെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എല്ലാം എല്ലാം ഇവർക്ക് കൊടുത്തില്ലേ? ചെറുപ്പം മുതൽ ഞാൻ ആശിച്ചതെല്ലാം ഇവർക്ക് കൊടുത്തില്ലേ? എന്റെ ഉണ്ണിയെ പോലും എനിക്ക് എനിക്കിനി വേണം. ബാല, ഹലോ ബാലേട്ടാ, എന്താ ബാലേട്ടത്? യമുന തമ്പുരാട്ടിക്ക് ഒറ്റയ്ക്കായിട്ട് പോവാ. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും നിങ്ങൾക്ക് നല്ലതേ വരും. ബെസ്റ്റ് ഓഫ് ലക്ക്.